നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. സൈക്കോപത്ത് എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് കഥയിലേക്ക് പോകാം. അലീന എന്ന 18 വയസ്സുള്ള ആംഗ്ലോ ഇന്ത്യൻ പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ എഡ്വിന് 21 വയസ്സായിരുന്നു പ്രായം. ഗോവയിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രണയമായിരുന്നു അവരുടേത്. സ്നേഹിച്ച് തന്നെ നക്കിക്കൊല്ലുമോ അതോ കുത്തിക്കൊല്ലുമോ എന്നതായിരുന്നു അലീനയുടെ പേടി. മൃഗങ്ങളോട് പോലും ക്രൂരത കാണിച്ചിരുന്ന എഡ്വിന് അലീനയോടല്ലാതെ മറ്റാരോടും ഒരു ബഹുമാനമോ സ്നേഹമോ ഉണ്ടായിരുന്നില്ല. സ്വന്തം മാതാപിതാക്കളെ പോലും അയാൾ തിരിഞ്ഞു നോക്കാറില്ല. അലീനയോടുള്ള സ്നേഹം പോലും ഒരുതരം സ്വാർത്ഥതയായിരുന്നു. എപ്പോഴും സംശയമുള്ളൊരു രീതിയായിരുന്നു സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അയാൾക്കുണ്ടായിരുന്നത്. അലീനയ്ക്ക് ഒരു സ്വാതന്ത്ര്യവും കൊടുത്തിരുന്നില്ല. അവൾക്ക് സ്വന്തം വീട്ടുകാരോട് പോലും സംസാരിക്കാൻ പറ്റുമായിരുന്നില്ല. സത്യത്തിൽ അലീന പെട്ടുപോയതുപോലെ ആയിപ്പോയി. ഇവർക്ക് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു കുഞ്ഞ് ജനിച്ചു. ആദ്യമായി അവർക്കുണ്ടായ ആ പെൺകുഞ്ഞിനെ എഡ്വിൻ ക്രൂരമായി ഉപദ്രവിക്കുക പതിവാക്കി. വഴക്കുണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ കുറേ നാൾ കഴിഞ്ഞേ തിരികെ വരികയുള്ളൂ. വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ബഹളം വെക്കുന്നത് കാണാം. ഒടുവിൽ ഭർത്താവിൻ്റെ ക്രൂരതയിൽ നിന്ന് കുഞ്ഞിനെ രക്ഷിക്കാൻ എഡ്വിൻ അറിയാതെ അലീന ഒരു സുഹൃത്ത് മുഖേന മറ്റൊരു കുടുംബത്തിന് കുഞ്ഞിനെ ദത്തെടുക്കാൻ കൊടുത്തു. ടൂറിസ്റ്റുകൾക്കായി നടത്തുന്ന മെസ്സേജിംഗ് സെൻറ്ററിൽ അവൾ ജീവിക്കാനായി ജോലിക്ക് പോവുകയായിരുന്നു. നാളുകൾ കഴിയുന്തോറും എഡ്വിൻ്റെ പെരുമാറ്റം സഹിക്കവയ്യാതെയായി. അയാൾക്ക് പലരുമായും ബന്ധമുള്ളതും അലീനയെ അസ്വസ്ഥയാക്കിയിരുന്നു. ഒടുവിൽ സഹികെട്ട് അലീന അയാളെ വിട്ടോടിപ്പോയി. സ്വന്തം വീട്ടിൽ അഭയം തേടിയ അലീന പിന്നീട് പലപ്പോഴും സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൽ വിഷമിച്ചിരുന്നു. ആ കുഞ്ഞ് ഇപ്പോൾ എവിടെയെന്നോ എന്തു ചെയ്യുന്നെന്നോ എവിടെയാണെന്നോ ഒന്നും അറിയാതെ അലീന ദുഃഖിക്കുമായിരുന്നു. മെസ്സേജിംഗ് സെൻറ്ററിലെ ജോലിയിൽ നിന്നുള്ള വരുമാനവും കൊണ്ട് അവൾ പ്രായമായ അമ്മയെയും നോക്കി ജീവിക്കുകയായിരുന്നു. അലീനയുടെ മകളെ ദത്തെടുത്തവർ ദൂരെ എവിടെയോ പോയതായി അവൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു. എന്നും അവളെക്കുറിച്ചുള്ള ആ അമ്മയുടെ ഓർമ്മകൾ അവളെക്കുറിച്ച് ദുഃഖവും സങ്കടവും സമ്മിശ്ര വികാരങ്ങൾ ഉണ്ടാക്കി. അവൾക്ക് 18 വയസ്സായപ്പോൾ കെറ്റി തൻ്റെ യഥാർത്ഥ അമ്മയെ ഫേസ്ബുക്കിലൂടെ തിരഞ്ഞു. അങ്ങനെ അപ്രതീക്ഷിതമായി അമ്മയെ അവൾ കണ്ടെത്തി. ആ പെൺകുട്ടി വളർന്നു വലുതായതാണ് കെറ്റി. സുന്ദരിയായ കെറ്റിയെ കണ്ടതും അലീന അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതൊരു വളരെ വൈകാരികമായ രംഗം തന്നെയായിരുന്നു. കെറ്റി അലീനയുമായി അടുത്ത വിവരം എങ്ങനെയോ എഡ്വിൻ മണത്തറിഞ്ഞു. പിന്നെ അവരെ പിന്തുടർന്ന് കണ്ടെത്തി. സുന്ദരിയായ കെറ്റിയെ കണ്ടതും എഡ്വിന് ഉള്ളിൽ പ്രണയം മുട്ടിട്ടു. അത് മനസ്സിലാക്കിയ അലീന കെറ്റിയെ ഉപദേശിച്ചു. പക്ഷേ അലീന കള്ളം പറയുകയാണെന്നും കെറ്റി അലീനയുടെ ആദ്യ വിവാഹത്തിലെ കുട്ടിയാണെന്നുമൊക്കെ കള്ളം പറഞ്ഞ് എഡ്വിൻ സ്വതസിദ്ധമായ വശ്യത കൊണ്ട് കെറ്റിയെ വലയിൽ വീഴ്ത്തി. തൻ്റെ ഇഷ്ടത്തിന് വിലങ്ങി നിൽക്കുന്നത് കണ്ടുകെട്ട് അയാൾ അലീനയെ പല രീതിയിൽ ഉപദ്രവിക്കാൻ തുടങ്ങി. ഒടുവിൽ അലീന സ്വന്തം ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. പ്രണയബദ്ധരായ എഡ്വിനും കെറ്റിയും മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റുകയും ഒരുമിച്ച് ജീവിതം തുടങ്ങുകയും ചെയ്തു. താമസിയാതെ അവർക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു. എന്നാൽ വൈകാതെ തന്നെ എഡ്വിൻ അലീനയോട് ചെയ്തിരുന്ന അതേ രീതിയിൽ കെറ്റിയെ ഉപദ്രവിക്കാൻ തുടങ്ങി. താൻ ചതിക്കപ്പെട്ടു എന്നും മമ്മ പറഞ്ഞതുപോലെ അയാൾ തൻ്റെ സ്വന്തം അച്ഛനാണെന്നും അയാളൊരു ക്രൂരനാണെന്നും കെറ്റി തിരിച്ചറിഞ്ഞു. അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ അറിയാതെ അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. മാനസിക പീഡനത്തോടൊപ്പം അയാൾ ശാരീരിക പീഡനവും തുടങ്ങി. ആ പിഞ്ചു കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് അയാൾക്കൊരു ഹരമായിരുന്നു. ഒടുവിൽ അയാളിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ വളർത്തച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ കെറ്റി രഹസ്യമായി തീരുമാനിച്ചു. തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് വളർത്തച്ഛൻ ടോണിയുടെ അടുത്തേക്ക് അവൾ കുഞ്ഞിനെയും കൊണ്ട് മടങ്ങിപ്പോയി. എഡ്വിൻ എന്തോ ആവശ്യത്തിനായി ദൂരെ എവിടെയോ പോയിരുന്ന സമയം നോക്കിയാണ് കെറ്റി അവിടെ നിന്ന് ഓടിപ്പോയത്. തൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് കെറ്റി പോകുന്നത് എഡ്വിന് സഹിക്കാനായില്ല. പകമൂത്ത അയാൾ ആദ്യം ചെയ്തത് അലീനയുടെ അടുത്ത് എന്ന് ബഹളം വെക്കുകയായിരുന്നു. ഉപദ്രവിക്കാൻ ശ്രമിച്ചെങ്കിലും വീട്ടുകാരും നാട്ടുകാരും ഒരുമിച്ച് അയാളെ തടഞ്ഞു. തോൽക്കാൻ മനസ്സില്ലാത്ത അയാൾ തന്ത്രപൂർവ്വം കെറ്റിയുടെ വളർത്തച്ഛൻ്റെ വിവരങ്ങൾ കണ്ടുപിടിച്ചു. വളരെ അപ്രതീക്ഷിതമായി അയാൾ അവരുടെ വീട്ടിൽ കയറിച്ചെന്ന്
തങ്ങൾക്കുണ്ടായ ആ 7 മാസം പ്രായമുള്ള കുഞ്ഞിനെ കട്ടിൽ നിന്ന് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. തൽക്ഷണം ചോര വാർന്ന് ആ കുഞ്ഞ് അനക്കമറ്റ് കിടന്നു. തടയാൻ ചെന്ന കെറ്റിയെയും അവളുടെ അച്ഛൻ ടോണിയെയും അയാൾ വെടിവെച്ചു കൊന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടി സ്വന്തം കാറിൽ കയറി സ്ഥലം വിട്ടു. എല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് തീർന്നു. മണിക്കൂറുകൾക്ക് ശേഷം അടുത്തുള്ള മറ്റൊരു സ്ഥലത്ത് നിന്ന് എഡ്വിൻ്റെ കാർ പോലീസ് കണ്ടെത്തി. എന്നാൽ അതിനുള്ളിൽ സ്വന്തം തലയിലേക്ക് വെടിയുതിർത്ത നിലയിൽ എഡ്വിൻ്റെ ജഡവും ഉണ്ടായിരുന്നു. ഒരു മനുഷ്യൻ്റെ മാനസിക വൈകൃതം എങ്ങനെ ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കി എന്നതിൻ്റെ ഭീകരമായ ഒരു നേർക്കാഴ്ചയാണ് എന്ന് പോലീസ് വിലയിരുത്തി. ചെറുപ്പം മുതൽ ബുദ്ധിഭ്രമം ഉള്ള എഡ്വിനെ നിർബന്ധമായി പിടിച്ചുകൊണ്ടുപോയി ചികിത്സ കൊടുക്കാൻ ആർക്കും സാധിച്ചില്ല. അതുകൊണ്ട് അയാൾ യഥേഷ്ടം ഇതുവരെയും അഴിഞ്ഞാടുകയായിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾ വീട്ടുകാർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അധികാരികൾക്ക് ഇടപെടാൻ പറ്റുന്ന തരത്തിൽ നിയമനിർമ്മാണം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഒരാൾക്കുണ്ടാകുന്ന മാനസിക രോഗം മറ്റേതൊരു രോഗത്തെക്കാളും ഭയാനകവുമാണ്. മകളുടെ ദുരന്തം കണ്ടു വിറങ്ങലിച്ച അലീന തേങ്ങലോടെ ഓർത്തുപോയി. കഥ ഇഷ്ടമായല്ലോ? ഇനി പുതിയൊരു കഥയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.